മാതിരി. എന്താ ഇത്? ചത്തോന്നറിയാൻ വന്നാണോ? വേണ്ട, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ദോഷജാതകം കാരണം നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാണ്ടാവുമെന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കാൻ പോയെടുത്തുനിന്ന് എന്നെ രക്ഷിച്ചോണ്ട് വന്ന് എനിക്കൊരു ജീവിതം തന്നയാളാ എന്റെ നജീക്ക. നിങ്ങളൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിട്ട് മതി നമുക്കൊരു കുഞ്ഞും കുടുംബമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയാ ഈ വാശി മുഴുവൻ കാട്ടിയത്, അല്ലാതെ നിങ്ങളെ തോപ്പിക്കാനല്ല. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഒന്നും ഞാൻ അറിഞ്ഞല്ല. വേണ്ട, ഇനി കള്ളം പറയണ്ട. കാണണ്ട എനിക്ക്. ഇറങ്ങി പോയിക്കോ എന്റെ കൺമുമ്പിൽ. அச்சுதம்பட்டு நீங்க தானே? அதே. உங்க பேர்ல ஒரு கம்ப்ளைண்ட் கிடைச்சிருக்கு. கம்ப்ளைண்ட்? ஆதர உங்க சிஸ்டர் தானே? அவர் தான் கம்ப்ளைண்ட் கொடுத்தது. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. அதெல்லாம் ஸ்டேஷன்ல போய் பேசிக்கலாம். வந்து ஜீப்ல இரு. അച്ചുവേട്ടൻ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് കളി തീർന്നിട്ടില്ല, തുടങ്ങാൻ പോടേയുള്ളൂ എന്ന് പറഞ്ഞതാരാ? നാട്ടിൽ നിന്ന് പൈലിപ്പിള്ള ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാരാ? എടാ, ഇതിലെന്തോ ചതിയുണ്ട്. നിന്റെ വക്കാലത്തൊക്കെ സ്റ്റേഷനിൽ പോയി പറഞ്ഞാ മതി. நம்ம எதிராளே வந்தவரோட கதியை பாத்தியா மச்சா? அந்த அச்சுதன் குட்டி ஸ்டேஷன்ல, நஜீப் ஹாஸ்பிட்டல்ல. அவனுக்கு இன்னும் போதமே வந்துட்டல. எல்லாமே ஆண்டவனோட தீர்ப்பு. ஏன் தெரியுமா? மீனாட்சி நம்ம வீட்டுக்கு மருமகளா வரணும்னு எழுதி இருக்கு. அது நடக்குமாடா? நடக்கணும். அவ ஸ்டேஷன்ல இருந்து இறங்குறதுக்கு முன்னாலே மீனாட்சி கழுத்திலே சரவணன் தாலியை கட்டி இருக்கணும். அது எப்படி நடக்கும்? சரவணன் வீட்டுக்கு வர்றதே இல்லையே. அந்த விஷயத்திலே டென்ஷனே வேண்டாம் மச்சா. அவனை எங்க இருந்தாலும் நான் கூட்டிட்டு வரேன். நாட்டாமை சொன்ன 10வது நாள் நாளைக்கு தானே? ஆமா. அச்சுதன் குட்டி மீனாட்சி கழுத்துல தாலி கட்டிதான் ஆகணும். ஏன்னா 7வது நாள் அவன் நிரபராதின்னு தெளிக்கவில்லை. ஆனா இந்த கல்யாணம் நடக்கவே கூடாது. சரவணனுக்கு மீனாட்சி கழுத்துல இந்த ஊரில் வச்சு தாலி கட்டவும் முடியாது. என்ன வழி மச்சா? இங்க வேண்டாம் மச்சா. என்ன? ஏகாம்பர கோவில்ல நாளைக்கு திருக்கல்யாண நாள் தானே. கூட்டமா நடக்கிற அந்த சமூக திருமணத்திலே கொண்டு போய் தாலியை கட்டலாம். அந்த கூட்டத்திலே யாரு யார் கழுத்திலே தாலியை கட்டுறாங்கன்னு எவருக்கு தெரிய போகுது? மச்சா, மச்சான் எப்படியாவது மீனாட்சியை கூட்டி அங்க வரணும். அதுக்கு மீனாட்சி சம்மதிக்க வேண்டாமா? அது மச்சான் விசாரிச்சா நடக்கும். ஏதாவது பொய்ய சொல்லி அவளை அங்க கூட்டிட்டு வாங்க. சரவணனை கூட்டி நானும் அங்க வரேன். கல்யாணத்துக்கு முன்னாடி ஏகாம்பர கோயில்ல பேரு ரெஜிஸ்டர் செய்ய வேண்டாமா? அது எனக்கு விடுங்க மச்சா. தாலியை கட்டிட்டா அப்புறம் நாட்டாமை நாட்டுக்கூட்டம் சம்மதிச்சுதான் ஆகணும். கூடி போனா அபராத பணம் கட்ட சொல்லும். கட்டியா போச்சு. பணம் நான் தானே கட்டணும். என்ன? ஒண்ணும் இல்ல, எல்லாம் நல்லதுக்கு தானே. ஐயோ, பைலிப்பிள்ளா. അവനെ തല്ലി ചാച്ചത് പോരല്ലേ? ഇത് ആശുപത്രിയാ. ഇവിടെ വെച്ച് ഗുണ്ടായിസം കാണിക്കാൻ വന്നുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നജീബിനെ തല്ലിയത് ഞങ്ങളല്ല. അത് ഇവിടെയുള്ള ഏതോ പന്ന പാണ്ടികളാ. അവന്മാര് നജീബിനെ മാത്രമല്ല തല്ലിയത്, എന്നെയും എന്റെ പിള്ളേരെയും തല്ലി ഈ പരുവത്തിലാക്കി. അപ്പൊ നജീബിന്റെ കണക്ക് തീർക്കാൻ അച്യുതൻ കുട്ടിയോട് കാശ് വാങ്ങുന്നു പറഞ്ഞത്? മാതാവേ, അതാണോ കാര്യം? നജീബ് എന്നോട് പലിശയ്ക്ക് വാങ്ങിയ 10 ലക്ഷവും പലിശയും നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻ കുട്ടി തന്നോളാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാ. അതാ 10 ലക്ഷം. വേളാങ്കണ്ണി മാതാവാണേ, വിശുദ്ധ അൽഫോൻസാമയാണേ. അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാ നജീബിനെ കാണണമെന്ന് പറഞ്ഞു. പേഷ്യന്റ് കണ്ണു തുറന്നിട്ടാങ്ക. കണ്ണു തുറന്നോ? മാതാവ് കാത്തു. ഞാൻ പറഞ്ഞത് സത്യമാ. തല്ലിയത് ഞങ്ങളല്ല. ഇല്ലേ, നജീബിനോട് ചോദിക്കാം. ബാ. പടച്ചോനെ, ഇയാള് പോയില്ലേ? നജീബേ, എടാ, ആരാ നിങ്ങളൊക്കെ? നജീക്ക, ആരാ ഇയാള്?
എന്താ നജീബായി പറയണേ? എന്നെ മനസ്സിലായില്ലേ? ഞാനാ ആതിര. ആരായി നജീബ്? ഞാൻ മീനാക്ഷി. ഏത് മീനാക്ഷി? നിങ്ങളൊക്കെ ആരാ? ഡോക്ടറെ ഇവരെ പിടിച്ച് പുറത്താക്ക്. കർത്താവേ, ഞാൻ ഡോക്ടറോ? ഈശ്വര, ആരെയും തിരിച്ചറിയാൻ പറ്റാതായെന്നാ തോന്നണേ. എടാ, ഇത് ഞാനാടാ CM. CM ഇപ്പൊ അച്ചുമാമയല്ലേ? അച്ചുമാമയെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അച്യുതൻകുട്ടിയെ കണ്ട ഓർമ്മ വരും. നമുക്ക് അച്യുതൻകുട്ടിയെ വിളിക്കാം. ഉള്ള ബോധം പോയി. சொல்லுங்க மச்சா. என்னாச்சு? சரவண்ண பார்த்தாச்சா? சரவண்ண கூட்டிட்டு புறப்பட தயாரா இருக்க. அங்க என்னாச்சு? மீனாட்சி என்ன சொன்னா? மீனாட்சி தேவகி ரெடி ஆயிட்டு இருக்கு. அச்சுதன் குட்டியை கொண்டு கல்யாணத்துக்கு சம்மதிப்பிச்சுன்னு நான் ஒரு நம்பர் போட்டேன். முகூர்த்த சமயத்துல சரவண்ணன் கூட்டி நீ அந்த கோவிலுக்கு வந்துடணும். ஓகே? எத்து மச்சா, நீங்க மீனாட்சி கூட்டிட்டு புறப்படுங்க. என்ன சொன்ன? எல்லாம் ஓகேடா. சொன்னது ஞாபகம் இருக்குல்ல? இருக்கண்ண. மீனாட்சி கழுத்துல தாலி கட்ட போறது சரவணன் இல்ல மாரியண்ணன் தான் தெரியும் போது உங்க மச்சான் ஏதாவது இடைஞ்சல் செஞ்சா அவ்வளவுதான். வண்டிய என்ன மீனாட்சி இன்னும் ரெடி ஆகலையா? தலையில பூ கூட வைக்கலையே. വിശാലും കാമാക്ഷിയൊക്കെ അവരെല്ലാം പുറകെ അങ്ങോട്ട് എത്തിക്കോളും. ரொம்ப ദൂരം പോണം കണ്ണേ. മുഹൂർത്തத்துக்கு മുന്നാടി അങ്ങ് എത്തണം. സീക്കിരം റെഡിയായി വാ. റെഡിയാവും. അപ്പൊ ரொம்ப താങ്ക്സ്. ഇനിയിപ്പൊ ഇവിടെ എന്ത് പുലിവാലാണാവോ? യാർ നീങ്ക? ശ്രീരാമനല്ലേ? ബാലാജി മച്ചാ. എന്നോട് പൊറുക്കണം. ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. എല്ലാം അന്നത്തെ ചെറുപ്പത്തിന്റെ അവിവേകം. അണ്ണാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ചെയ്തത് തെറ്റായി പോയി എന്ന് ഒരുപാട് വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സന്തോഷിക്കല്ലേ ദേവനായിക്ക് വേണ്ടത്? ഏതായാലും തക്ക സമയത്താ മച്ചാൻ വന്നത്. സ്വന്തം മകളുടെ കൈപിടിച്ച് മാപ്പിളെ ഏൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെന്ന് കരുതിയാൽ മതി. മോളോ? അതെ, മീനാക്ഷി. അവളുടെ കല്യാണമാണെന്ന്. ഞങ്ങൾ കോവിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഇതാണ് മീനാക്ഷി. മോളെ, എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ അച്ഛനാ. അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായി പറയാന്ന് അച്യുതൻകുട്ടി പറഞ്ഞപ്പോ കാര്യം ഇതായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ പരദൈവങ്ങളെ. അച്യുതൻകുട്ടിയോ? അതെ, ഇവിടെ ഇവന്റ് നടത്താൻ വന്ന അച്യുതൻകുട്ടി എന്റെ അനന്തരവനാ. ഓഹോ, അപ്പൊ ഇയാളെ ഒന്ന് വിരട്ടി നിർത്തിയാലേ പറ്റൂ. മാരിയപ്പനെ വിളിച്ച് തല്ലുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. അതോ കൊട്ടേഷൻകാരൻ? എന്താ ആലോചിക്കണേ? അവൻ വല്ല കുഴപ്പമുണ്ടാക്കി? ഹേ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്യുതൻകുട്ടിയാ. ഈശ്വര, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കണേ. അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണം. അമ്മ,
என்னடி அத்தாயும் மீனாட்சிக்கும் கூட்டிக்கிட்டு அப்ப கோவிலுக்கு போயிட்டாங்க. என்னது? ஆமா, மீனாட்சிக்கு கல்யாண பொண்ணு மாதிரி அலங்காரம் செஞ்சிருக்காங்க. உங்ககிட்ட யாரு சொன்னா? பாப்பாத்தி தான் சொன்னேன். கடவுளே, ஐயோ அக்கா அக்கா, மீனாட்சியை கல்யாணம் செய்யறதுக்கு நம்மால ஏதோ കോയിലുக்கு കൂട്ടിട്ട് പോയിട്ടാரு. ആമാ, തായ്മാമ മുറയ്ക്ക് അവളെ കെട്ടുവെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലല്ലോ എന്റെ ഈശ്വര. ഏത് കോവിലേക്കാ കൊണ്ടുപോയത്? അത് தெரியாது. എന്റെ ദൈവമേ, ചതിച്ചോ? கம்ப்ளைண்ட் விட்ரோ செஞ்சில்லே, இனி எந்த ப்ராப்ளம் கிடையாது. താങ്ക് യു സാർ. வரட்டுமா? മുതലേറിയ മീനാക്ഷിയും കൂട്ടി അത് കോവിലേക്ക് പോയിന്ന്. അതിന് ഞാനെന്ത് വേണം? ആരും കെട്ടിയില്ലെങ്കിൽ തായ്മാമൻ എന്നുള്ള മുറയ്ക്ക് അവളെ ഞാൻ കെട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാ. എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ആരും അറിയാതെ അവളെയും കൂട്ടി കോവിലിൽ പോകേണ്ട കാര്യം എന്താ? അന്ത മനുഷ്യ മീനാക്ഷിയെ കല്യാണം സെഞ്ചിട്ടാ അപ്പുറം നാങ്ക ആരും ഉയരോടെ എടുക്ക മാട്ടോം. കല്യാണത്തിന് മീനാക്ഷി സമ്മതിച്ച എന്ത് പറഞ്ഞ് അവളെ കൊണ്ടുപോയിരിക്കുന്ന അറിയില്ല. അച്ഛനും അവളെ രക്ഷിക്കണം. ഏതമ്പലത്തിലേക്കാ കൊണ്ടുപോയി? தெரியாது. ഏതായാലും വണ്ടി എടു, നമുക്കൊന്ന് അന്വേഷിക്കാം. ஓம் நமச்சிவாயா, ஓம் நமச்சிவாயா. ஏகாம்பரநாதர் கோவிலில் 10வது நாள் பெற்றோர்களுக்கும் உறவினர்களுக்கும் കാഞ്ചി ദേവസ്ഥാനത്തിൻ വാഴ്ത്തുക്കളെ தெரிவிக்கின்றோம். ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് ഇവനെയും കൂട്ടി ക്ഷേത്രാങ്കണത്തിൽ നിരനിരയായി നിൽക്കേണ്ടതാണ്. മണമകൾ പെരുമ്പട്ടിയൂർ പെരിയമുത്തൂർ അച്യുതൻകുട്ടിയെ കണ്ടില്ലല്ലോ. അവൻ മറുവാ. അതെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കെ. അല്ല, അവനെ ഒന്ന് വിളിച്ചാലോ? ഹേയ്, അതൊന്നും വേണ്ട. മുഹൂർത്തത്തിനും അവൻ എത്തിക്കോളും. ഞാനിപ്പോ വരാം. ഹലോ ഹലോ. പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത് നന്നായി. ശരവണ്ണനെ കൊണ്ട് കെട്ടിക്കാൻ അവളുടെ തന്തയും തള്ളയെ സമ്മതിച്ചില്ലെങ്കിൽ ശരിക്കും ഒരു വരട്ടങ്ങ് വരട്ടിക്കോ. ശരവണ്ണ എവിടെ? சரவணன் நல்ல மச்சா. மீனாட்சியோட கழுத்துல தாலிய கட்ட போறது நான் தான், இந்த மாரியப்பன். അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലടാ ദ്രോഹി. ஏதாவது இடைஞ்சில் போட்டு சீவிடுவேன். എന്നെ കൊല്ലരുത്. ഹേയ്, എന്താ ഇത്? ஏய், சத்தம் போடக்கூடாது. உன் கழுத்துல தாலியை கட்ட போறது அக்ஷயன்குட்டி அல்ல, நான் தான். உனக்கு சம்மதம்னா அப்பாவோடும் அம்மாவோடும் ஆசீர்வாதம் வாங்கலாம், இல்லன்னா இவங்க சமாதி எங்கயா கட்டுவேன். காஞ்சிபுரம் மாவட்டம் முத்துலிங்க முதலியாரோடையும் திருமதி செல்லாத்தாவோடையும் மகன் ஆர்.கே. மாரியப்பன். காஞ்சிபுரம் மாவட்டம் திருமதி தேவநாயகியின் மகள் செல்வி மீனாட்சி. താങ്ക് യു. ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ സുഖമായിട്ട് കിടക്കായിരുന്നു. പൊള്ളാച്ചി മാവട്ടം ടി.കെ. ആറുമുഖ സാറിയുടെ
അടിയെങ്കിൽ காவல்துறை அதிகாரிகள் கவனிக்கவும். தவறான பெயரை கொடுத்த மாரியப்பன் என்பவனையும் அவனது கூட்டாளிகளையும் உடன் கைது செய்ய வேண்டும். நான் இந்த கல்யாணத்துக்கு சம்மதிக்க மாட்டேன். மாரியப்பன் விடுறா. ஓ கடவுளே. അച്യുതൻകുട്ടി, എന്റെ പ്രാർത്ഥന പരദൈവങ്ങൾ കേട്ടു. കല്യാണാഘോഷം നടത്താൻ നിങ്ങളെ വരുത്തിച്ചതും ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചതും സാക്ഷാൽ ഏകാംബരേശ്വരനും കാഞ്ചി കാമാക്ഷിയുമാണ്. എന്താണെന്നറിയോ? ഇവള് നിനക്ക് അവകാശപ്പെട്ടതാ. എന്റെ മോള്, നിന്റെ മുറപ്പെണ്ണ്. അതെ, എന്റെ മോൻ ശരവണ്ണനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ ഞാൻ എന്തൊക്കെ കളി കളിച്ചു. പക്ഷെ കല്യാണം ഒരു യോഗമാണ്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള യോഗം അച്യുതൻകുട്ടിക്കാണ്. മുഹൂർത്തം ആവാറായി. താലി കെട്ടാൻ ഒരുങ്ങിക്കോ. ഇല്ല ബാലമാമേ, ഞാൻ ഇപ്പോ ഒരു കല്യാണത്തിന് തയ്യാറല്ല. നിന്റെ വാശിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട്? വാശിയൊന്നുമല്ല. ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ ഏറ്റവും മോഹിച്ചത് അവനാ, നജീബ്. അവനിപ്പോ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല. അവന് ബോധം തിരിച്ചു കിട്ടാതെ ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. ബോധം തിരിച്ചു കിട്ടി. ഈ പൈലിപ്പിള്ളയോട് ഞാൻ പലിശയ്ക്ക് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാവുന്ന നീ ഏറ്റെന്നറിഞ്ഞപ്പോഴേ എനിക്ക് ബോധം തിരിച്ചു കിട്ടി അച്യുതൻകുട്ടി. ഓ, അപ്പൊ എല്ലാം നിന്റെ വേഷം കെട്ടായിരുന്നു അല്ലേ? നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ എന്ത് വേഷം കെട്ടാനും ഇനിയും ഞാൻ തയ്യാറാ. മേളം തുടങ്ങി. ഇനി നിന്റെ വാശി വേണ്ട. കെട്ടണ താലി. ഇതാ താലി. എന്റെ ഏകാംബരനാഥ, എല്ലാ ഇവന്റും പ്ലാൻ ചെയ്യുന്നത് നീ, മാനേജ് ചെയ്യുന്നത് നീ. ഞങ്ങൾ അനുഗ്രഹിക്കണേ. ദീർഘസുമംഗലീ ഭവ.